നമസ്കാരം. കാത്തിരിപ്പുകൾക്ക് വിരാമമായിരിക്കുകയാണ്. ലയണൽ മെസ്സി ഉൾപ്പെട്ട അർജന്റീന സംഘത്തെ നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഓസ്ട്രേലിയക്കെതിരായ കൊച്ചിയിൽ നടക്കുന്ന മത്സരത്തിനുള്ള അർജന്റീന ടീം ലൈനപ്പ് റിപ്പോർട്ടർ TV പുറത്തുവിട്ടിരിക്കുകയാണ്. നമുക്കൊപ്പം റിപ്പോർട്ടർ TV വൈസ് ചെയർമാൻ കൂടിയായ ശ്രീ ജോസ്കുട്ടി അഗസ്റ്റിൻ ചേരുകയാണ്. സാർ നമസ്കാരം. നമസ്കാരം. മെസ്സി വരില്ല, അർജന്റീന വരില്ല, വരാൻ പോകുന്നു. അതിനുശേഷം സ്റ്റേഡിയത്തിൻ്റെ പ്രശ്നമായിരുന്നു എല്ലാവരും വലിയ ഇതായിട്ട് പറഞ്ഞിരുന്നത്. കൊച്ചി സ്റ്റേഡിയം നമ്മൾ ദ്രുതഗതിയിൽ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ടീം ലൈനപ്പും പുറത്തുവിട്ട് കഴിഞ്ഞു. ഖത്തർ ലോകകപ്പ് കളിച്ച ഫൈനൽ കളിച്ച അതേ സംഘം തന്നെയാണ് വരാൻ പോകുന്നത്. ഈ ഒരു നാൾവഴികൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മൾ ആദ്യ സമയങ്ങളിൽ നമ്മൾ അർജൻറ്റീനൻ ടീം കേരളത്തിലേക്ക് വരും എന്ന് നമ്മൾ പല ആവർത്തി പറഞ്ഞു. നമ്മൾ പറഞ്ഞതിന് ശേഷം അതിന് മുമ്പ് സർക്കാർ ഇത് അനൗൺസ് ചെയ്തു. അതിനുശേഷം കുറഞ്ഞ ആളുകൾ മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ ഈ മെസ്സി വരണം എന്ന് ആഗ്രഹിക്കാത്ത കുറേ പേര് അത് വരില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും അർജൻറ്റീനൻ ടീം അവരുടെ ഒഫീഷ്യൽ പേജുകളിലും സൈറ്റുകളിലും അവരുടെ സോഷ്യൽ മീഡിയകളിലും ഞങ്ങൾ കേരളത്തിലേക്ക് വരുന്നുണ്ടെന്ന് അനൗൺസ് ചെയ്തു. ആ അനൗൺസ് ചെയ്തതിന് ശേഷവും വീണ്ടും ചിലരുടെ സംശയങ്ങൾ ഇപ്പോഴും മാറിയിട്ടില്ല. പക്ഷേ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആരൊക്കെയാണ് വരുന്നത്, ലയണൽ മെസ്സി ഉൾപ്പെടുന്ന ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ടീമിൻ്റെ ലിസ്റ്റ് നമ്മളിന്ന് പുറത്തു വിടുന്നു. ആ ലിസ്റ്റിൽ കൃത്യമായിട്ട് ലയണൽ മെസ്സി ഉണ്ട്, അതുപോലെ തന്നെ സ്കലോണി ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ ഫുൾ ടീം ഉണ്ട്. 78 പേരടങ്ങുന്ന വലിയൊരു സംഘം തന്നെയാണ് കേരളത്തിലേക്ക് വരുന്നത്, ഇന്ത്യയിലേക്ക് വരുന്നത്. അത് കേരളത്തിനെ അപേക്ഷിച്ചിട്ട് റിപ്പോർട്ടർ TVനെ അപേക്ഷിച്ചിട്ട് ഭയങ്കര ആവേശമുള്ളൊരു കാര്യമാണ്. ഈ ഒരു ലിസ്റ്റ് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു ലിസ്റ്റുമാണ്. കാരണം നമുക്ക് ആ ലിസ്റ്റ് കുറഞ്ഞ ദിവസങ്ങളിൽ മുമ്പ് കിട്ടി. പക്ഷേ നമ്മളത് കൺഫേം ചെയ്തു. ആ കൺഫേം ചെയ്ത ലിസ്റ്റ് പ്രകാരം നമ്മൾക്ക് വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള അപ്രൂവലിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി ആ ലിസ്റ്റ് അവർ ഇന്ന് കൺഫേം ചെയ്ത് വന്നിരിക്കുന്നു. ആ ലിസ്റ്റാണ് നമ്മളിന്ന് റിപ്പോർട്ടർ TVയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഉറപ്പായിട്ടും. ഒപ്പം തന്നെ മറ്റ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രചാരണം നടക്കുന്നത് ടിക്കറ്റ് വിൽപ്പന സംബന്ധിച്ചുള്ള, അതായത് ഓരോന്നോരോന്ന് നമ്മൾ ക്ലിയർ ചെയ്ത് പോകുമ്പോൾ അടുത്തായിട്ട് ഓരോരുത്തർ ഇറങ്ങുകയാണ്. അല്ലാതെ നമ്മുടെ പുറകെ പല ആളുകളും ഇത് നമ്മളെന്താണ് ചെയ്യുന്നത്, നമ്മളെങ്ങനെയാണ് പോകുന്നത് എന്ന് നോക്കി നടക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ റിപ്പോർട്ടർ TV ഇതുവരെ ടിക്കറ്റ് എത്ര രൂപയ്ക്ക് വിൽക്കണമെന്നോ എങ്ങനെ വിൽക്കണമെന്നോ എന്നൊന്നും നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടില്ല. നമ്മൾ അതിൻ്റെ ആദ്യം ടീം വരണം, ആ ടീമിൻ്റെ ലിസ്റ്റ് കിട്ടണം. ആ ലിസ്റ്റ് നമ്മളിന്ന് പുറത്ത് വിട്ടിട്ടേ ഉള്ളൂ. ആ ലിസ്റ്റ് കിട്ടിയതിന് ശേഷമാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അത് കഴിഞ്ഞ് അവസാന സ്റ്റേജാണ് നമ്മൾ ടിക്കറ്റ് എന്നുള്ള സംവിധാനമൊക്കെ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതിന് മുമ്പ് പല ചാനലുകളും ടിക്കറ്റ് അനൗൺസ് ചെയ്ത് 1 കോടി 2 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് അനൗൺസ് ചെയ്ത് ബ്രേക്കിംഗ് ന്യൂസൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ കണ്ട് നമ്മൾ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു. കാരണം നമ്മളിത് അനൗൺസ് ചെയ്തിട്ടില്ല, നമ്മളതിനെക്കുറിച്ച് പ്ലാനിങ് എടുത്തിട്ടില്ല. അപ്പോൾ അവർ അത് ചെയ്യുന്നത് ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ എങ്കിലും അവർക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആയിരിക്കാം ചിലപ്പോൾ അവർ പാസ് ചെയ്തിട്ടുള്ളത്. നല്ല കാര്യമാണല്ലോ, മെസ്സിനെ കാണാൻ വേണ്ടി 1 കോടി രൂപയ്ക്ക് ടിക്കറ്റ് മേടിക്കാൻ കേരളത്തിൽ ആളുകളുണ്ടെന്ന് പറയുന്നത് തന്നെ വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒപ്പം തന്നെ ഇപ്പോൾ കലൂർ സ്റ്റേഡിയത്തിലാണ് മത്സരം നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഒരുപാട് വലിയ മത്സരങ്ങൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഒരു രാജ്യത്തിൻ്റെ മത്സരത്തിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നത് കലൂർ സ്റ്റേഡിയത്തിലാണ്. 1 ലക്ഷത്തിന് മുകളിൽ നെഹ്റു കപ്പിൽ ഇന്ത്യ ഇറാഖ് മത്സരത്തിന് എത്തിയിട്ടുണ്ട്. വലിയ പെരുമയുള്ളൊരു സ്റ്റേഡിയത്തിൽ തന്നെയാണ് നമ്മൾ നടത്തുന്നത്. അതോടൊപ്പം തന്നെ വലിയ ആശങ്കയായിട്ട് എല്ലാവരും പറയുന്നത് അതിൽ സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ചാണ്. എങ്ങനെയാണ് ആ സ്റ്റേഡിയത്തിലെ പണികൾ, നവീകരണങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? സ്റ്റേഡിയത്തിന് സുരക്ഷ സംബന്ധിച്ച് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളത് പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പല ഡിപ്പാർട്ട്മെൻറ്റുകളും അത് നോക്കിയിട്ടുണ്ട്, അത് വിലയിരുത്തിയിട്ടുണ്ട്. പക്ഷേ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും നമ്മുടെ സ്റ്റേഡിയത്തിന് ഇല്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമതെന്ന് പറയുന്നത്, നമ്മൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഈ സ്റ്റേഡിയത്തിന് ഉയർത്തുമെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ആ ലോകോത്തര നിലവാരത്തിലേക്ക് തന്നെ ഈ സ്റ്റേഡിയത്തിന് ഉയർത്തിയിട്ട് നമ്മൾ ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം എങ്ങനെയുണ്ടോ ആ ഒരു ലെവലിലുള്ള സ്റ്റേഡിയത്തിലേക്കായിരിക്കും നമ്മളെ അണികളെയും നമ്മളെ ആവേശകരെയും അതുപോലെ തന്നെ നമ്മളെ മെസ്സി ആരാധകരെയും മെസ്സിയെ ഉൾപ്പെടുന്ന അർജൻറ്റീനയും ഓസ്ട്രേലിയൻ ടീമിനെ നമ്മളവിടെ എത്തിക്കുന്നത്. അത് വലിയൊരു ഒരു മാമാങ്കമാണ്. അപ്പോൾ ആ സ്റ്റേഡിയം വളരെ വലിയ രീതിയിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സ്റ്റേഡിയത്തിൻ്റെ ഔട്ട്സൈഡ് എല്ലാം ഫുൾ ടാർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഗാർഡനിങ് സെറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ വലിയ ഗൈറ്റും അതിലുള്ള സംവിധാനങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേഡിയത്തിൻ്റെ ഇൻസൈഡുകളെല്ലാം നമ്മൾ വളരെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേഡിയത്തിൻ്റെ ഉൾസൈഡ് ഗ്രാസ് കട്ടിങ് കാര്യങ്ങളെല്ലാം നടക്കുന്നു, സീറ്റുകളെല്ലാം ചേഞ്ച് ചെയ്യുന്നു. എല്ലാം ഒരു ലോകോത്തര നിലവാരത്തിലേക്കുള്ള സീറ്റുകൾ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ റൂഫ്, അതുപോലെ തന്നെ ലിഫ്റ്റ്, അതുപോലെ അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ ഭാഗങ്ങളിലും നമ്മൾ വളരെ മോടി പിടിപ്പിക്കാനുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 70 കോടി രൂപയോളം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്റ്റേഡിയം ഏറ്റെടുത്തിരിക്കുന്നത്. ആ സ്റ്റേഡിയം നല്ല രീതിയിൽ നല്ല ഇൻ്റർനാഷണൽ എൻജിനീയേഴ്സാണത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ
മേൽനോട്ടത്തിലാണ് അത് വർക്കുകൾ നടക്കുന്നത്. അത് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഒരു 2000-ഓളം ആളുകൾ ഇപ്പോൾ സ്റ്റേഡിയത്തിൽ വർക്ക് എടുക്കുന്നുണ്ട്. 30 ദിവസം കൊണ്ട് നമ്മൾ സ്റ്റേഡിയം രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തിയിട്ട് ആണ് നമ്മൾ നമ്മുടെ മെസ്സി പടയനെ അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ടീമിനെ നമ്മൾ ഈ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തന്നെ ഏറ്റവും മികച്ച എതിരാളികൾ തന്നെയാണ് ഓസ്ട്രേലിയ. നമുക്കറിയാം ഖത്തർ വേൾഡ് കപ്പിൽ അർജന്റീന ഓസ്ട്രേലിയയൊക്കെ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു തീരുമാനമായിരിക്കുന്നത് എങ്ങനെയാണ് ആ മത്സരത്തിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പ്. അപ്പം തന്നെ ഒരു കൗതുകമുള്ള കാര്യം ചോദിക്കാനുള്ളത്, ഫുട്ബോൾ ആരാധകരാണോ? ഏതാണ് പ്രിയപ്പെട്ട ടീം, താരം? ഞാനൊരു ഫുട്ബോൾ ആരാധകനാണ്. പക്ഷേ എൻ്റെ ടീം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മെസ്സി അടങ്ങുന്ന അർജൻറ്റീന ടീമുമായിരിക്കാം. അപ്പോൾ അത് സെക്കൻഡറിയാണ്. എൻ്റെ ആരാധനയല്ലല്ലോ അതിലേറ്റവും വലുത്. ഞാനൊരു ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കതിനോട് നല്ല താല്പര്യമുണ്ട്. അതുകൊണ്ടായിരിക്കാം നമ്മൾ ഇങ്ങനെയുള്ള തീരുമാനങ്ങളും ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. രണ്ടാമത് ഈ ഓസ്ട്രേലിയൻ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഓസ്ട്രേലിയൻ ടീം എന്ന് പറയുന്നത് ഒരു വേൾഡ് കപ്പിൽ നല്ല രീതിയിൽ നല്ല പെർഫോം ചെയ്യുന്ന നല്ല കളിക്കാരുള്ള ഒരു നല്ല ടീമാണ്. അപ്പോൾ ശരിക്ക് ആ ഗ്രൗണ്ടിൽ നടക്കാൻ പോകുന്നത് ഒരു വേൾഡ് കപ്പിൻ്റെ പുനരാവിഷ്കരണമായിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഓസ്ട്രേലിയൻ ടീമിന് അർജൻറ്റീന ടീമിന് മുമ്പിൽ തോൽക്കാൻ പറ്റില്ല, അർജൻറ്റീന ടീമിന് ഓസ്ട്രേലിയൻ ടീമിന് മുമ്പിൽ തോൽക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഒരു ജീവൻ മരണ പോരാട്ടം എന്നുള്ള ലെവലിലായിരിക്കും. കാരണം വേൾഡ് കപ്പ് അടുത്ത് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പേരിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മത്സരം തന്നെയായിരിക്കും. അണികൾക്ക് ആവേശം നിറയ്ക്കുന്ന ഒരു മത്സരമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഈ ഓസ്ട്രേലിയൻ്റെ ആരാധകരുണ്ട് കേരളത്തിൽ, അതുപോലെ തന്നെ മെസ്സി ആരാധകരും അതുപോലെ തന്നെ അർജൻറ്റീന ആരാധകരുമുണ്ട്. ഇവരെല്ലാം ഒരു ആവേശക്കടലായിരിക്കും ആ ഗ്രൗണ്ടും കേരളവും അന്നത്തെ ഒരു ദിവസം എന്നുള്ളതാണ്. മത്സരത്തിന് കിക്ക് ഓഫിന് മുമ്പായിട്ട് വലിയ ഉദ്ഘാടന പരിപാടികളും ചടങ്ങുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നത്, അതിലേതെങ്കിലും ഒന്ന് ഇപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു 16-ാം തീയതി നമ്മുടെ ഒരു തീരുമാനപ്രകാരം നമ്മൾ ഇന്നലെ നടത്തിയ മീറ്റിങ്ങുകളൊക്കെ പ്രകാരം 16-ാം തീയതി നമുക്ക് ഒരു കിക്ക് ഓഫ് നടത്തുന്നുണ്ട്. അന്ന് നമ്മൾ വലിയൊരു മ്യൂസിക്കൽ പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നുണ്ട്. എ.ആർ. റഹ്മാൻ ഉൾപ്പെടുന്ന വലിയൊരു ടീമാണ് കേരളത്തിലെ മ്യൂസിക്കൽ പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അന്ന് ഇവരുടെ ട്രെയിനിങ് മാച്ച് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആണ് നമ്മുടെ ശരിയായ 17-ാം തീയതിയാണ് നമ്മുടെ ശരിയായ മാച്ച്, ഇവരുടെ സൗഹൃദ മത്സരം എന്ന് നമ്മൾ പറയുന്ന ഈ തീ പോരാട്ടം നടക്കാൻ പോകുന്നത്. അപ്പോൾ 16-ാം തീയതി അതുപോലെ തന്നെ നമ്മുടെ ഡ്രോൺ ഷോൻ്റെ ട്രെയിനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ 16-ാം തീയതിയും 17-ാം തീയതിയും ആളുകൾക്ക് ഒരേപോലെ തന്നെ ഈ മെസ്സിയെ കാണാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സജ്ജീകരണവും റിപ്പോർട്ടർ TV അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിന്ന് ഒരുക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ഒരു 1,00,000 പേർക്ക് മത്സരം സ്റ്റേഡിയത്തിൽ നിന്ന് കാണാനുള്ള അവസരമാണ് നമ്മൾ ഒരുക്കാൻ പോകുന്നത്. ടിക്കറ്റിന് വേണ്ടി ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നമ്മളെല്ലാവരും റിപ്പോർട്ടറിൽ ജോലി ചെയ്യുന്ന എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇനി എങ്ങനെയായിരിക്കും, എപ്പോഴായിരിക്കും നമ്മൾ ഔദ്യോഗികമായിട്ട് ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കുന്നത്? ഔദ്യോഗിക ടിക്കറ്റ് വിൽപ്പനയെ കുറിച്ച് നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. നമ്മൾ ഈ ലിസ്റ്റുകൾ, ഞാൻ പറഞ്ഞതുപോലെ ഈ ലിസ്റ്റുകളും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിയതിന് ശേഷം കൃത്യമായിട്ട് ഒരു മുന്നൊരുക്കത്തോട് കൂടിയിട്ട് വേണം നമുക്ക് ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ ടിക്കറ്റേ നമ്മുടെ മുമ്പിലുള്ളൂ. അതിൽ എല്ലാ ആളുകളെയും മാക്സിമം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും മെസ്സിനെ കാണാനുള്ള അവസരം നൽകി കൊണ്ടുവേണം നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫിനാൻഷ്യലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫിനാൻസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ മണി മോട്ടിവേഷന് വേണ്ടിയിട്ട് അല്ല നമ്മൾ റിപ്പോർട്ടർ TV ഈ ഉദ്യമം ഏറ്റെടുത്ത് നടത്തുന്നത്. ഇത് കേരളത്തിലെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, കേരളത്തിലെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ലോക രാജ്യങ്ങളുടെ മുമ്പിൽ ഒരു അവയർനെസ് എന്നുള്ള ലെവലിലാണ്. അത് ഇനി ഒരു വരുന്ന 3, 4, 5 വർഷത്തേക്ക് കേരളത്തിലെ ടൂറിസം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് നമുക്ക് കഴിയുമെന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. ഉറപ്പായിട്ടും. ഇപ്പോൾ അവസാനമായിട്ട് നമ്മൾ അർജന്റീന ടീമിനെ കൊണ്ടുവരുന്നു. അപ്പോൾ പലരും ചോദിക്കുന്നത് ഇതോടുകൂടി നിർത്തുമോ റിപ്പോർട്ടറിൻ്റെ ഒരു സ്പോർട്സിനോടുള്ള സ്നേഹമെന്നൊക്കെയാണ്. അപ്പോൾ അതിനുള്ള മറുപടി എന്താണ്? റിപ്പോർട്ടറിന് സ്പോർട്സിനോട് നേരത്തെയും സ്നേഹമുണ്ട്, ഇപ്പോഴും സ്നേഹമുണ്ട്. റിപ്പോർട്ടർ സ്പോർട്സ് ചാനൽ നമ്മുടേതാണ്. സ്വാഭാവികമായിട്ടും നമ്മളും നമ്മുടേതായ ഒരു ടീമിനെ അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് അന്ന് ഗ്രൗണ്ടിൽ കാണാം. അത് നമുക്ക് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് റിപ്പോർട്ടറിൻ്റെ സ്പോർട്സ് എന്താണെന്നും റിപ്പോർട്ടർ എങ്ങനെയാണ് സ്പോർട്സിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകുക എന്നും നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് കൃത്യമായിട്ട് നമുക്കൊരു അനൗൺസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു അനൗൺസ്മെൻറ്റിന് വേണ്ടിയിട്ട് എല്ലാവർക്കും കാത്തിരിക്കാവുന്നതാണ്. നമ്മുടെ കൂടെ എല്ലാവർക്കും കൂടാവുന്നതുമാണ്. ഉറപ്പായിട്ടും. അപ്പോൾ പൂരം കൊടിയേറി ഇനി വെടിക്കെട്ടാണ് നടക്കാൻ പോകുന്നത് അല്ലേ? അതെ അതെ.